ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതിന് പ്രധാനമായി പറയുന്ന കാര്യം വെടിനിർത്തൽ ചർച്ച പാളി തുടങ്ങിയിട്ടുണ്ട് എന്ന് US ഉദ്യോഗസ്ഥന്മാർ തന്നെ സ്ഥിരീകരിക്കുന്നു. ഈ ബന്ദികളുടെ കാര്യത്തിൽ ഈ ചർച്ച പാളി തുടങ്ങി എന്നാണ്. കാരണം ഇനി എന്താണ് സംഭവിക്കുക എന്ന് അറിയില്ല എന്നും ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിട്ട് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇതോടുകൂടി ഇറാന്റെ ആക്രമണ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹമാസുമായി ഇസ്രായേൽ ഒരു ധാരണയിലെത്തുകയാണെങ്കിൽ, വെടിനിർത്തലിലെത്തുകയാണെങ്കിൽ തങ്ങളൊരു പ്രത്യാക്രമണത്തിന് മുതിരില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊരു യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഹമാസ് പിന്മാറുക മാത്രമല്ല, ഈ ചർച്ചയുമായി ഒട്ടും സഹകരിക്കില്ല എന്ന് തന്നെ അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഈ ചർച്ച പൊളിഞ്ഞു പാളീസാകുമെന്ന് US ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വീണ്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ചർച്ച സജീവമായിരിക്കുന്നു. കാരണം അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ചർച്ച പൊളിഞ്ഞിരിക്കുന്നു. കാരണം ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഹമാസുമായി ഒരു ധാരണത്തിൽ വെടിനിർത്തലാണ് എങ്കിൽ തങ്ങൾ ആക്രമിക്കില്ല, കാരണം സമാധാനത്തിനായിട്ടാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ തങ്ങളായിട്ട് അത് കുളവാക്കുന്നില്ല എന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ ചർച്ച പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.